ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പൗളീൻ ലേഖന പഠന പരമ്പരയുടെ 15ാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്ത്യർക്കാർക്ക് എഴുതിയ ലേഖനം, ഒന്നാമത്തെ ലേഖനം 12ഉം 13ഉം അധ്യായങ്ങളാണ്. ഈ അധ്യായങ്ങളുടെ പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയാമോ? 12ാമത്തെ അധ്യായവും 14ാമത്തെ അധ്യായവും പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുന്ന അധ്യായമാണ്. അതിനിടയിൽ 13ാമത്തെ അധ്യായം സ്നേഹത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന അധ്യായമാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികൾ, വരദാന പ്രവൃത്തികൾ, ഇത് ഒരു വ്യക്തിയിൽ വരദാനങ്ങൾ ഉണ്ടെങ്കിലും സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല എന്ന് വളരെ വ്യക്തമാക്കുന്നതിന് വേണ്ടിയാണ് 12-14 അധ്യായങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങളെക്കുറിച്ച് എഴുതിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ പൗലോസ്ലീഹയ്ക്ക് അതിനിടയിൽ സ്നേഹത്തെക്കുറിച്ച് പറയണമെന്ന് വളരെ വ്യക്തമായൊരു ഉൾപ്രേരണ ലഭിച്ചത്. അതാണ് 13ാം അധ്യായത്തിൻ്റെ പ്രത്യേകത. 12ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങളെക്കുറിച്ച് പഠിക്കാൻ പോവുകയാണ്. നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ആദ്യമേ, ആത്മീയ ദാനങ്ങളെക്കുറിച്ച് അറിവുള്ളവരാകുവാൻ വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കണമെന്ന് പരിശുദ്ധാത്മാവിൽ പൗലോസ്ലീഹ ആഗ്രഹിക്കുക. ദൈവാത്മാവ് മുഖേന അല്ലാതെ യേശു ക്രിസ്തുവിനെ കർത്താവായി ഏറ്റുപറയാൻ ആർക്കും സാധ്യമല്ല. ദൈവാത്മാവ് ഇല്ലാത്തവൻ മാത്രമേ യേശു ക്രിസ്തു ശപിക്കപ്പെട്ടവനാണെന്ന് പറയുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം യേശു ശപിക്കപ്പെട്ടവനാണെന്ന് പറയുന്ന ആ കാലഘട്ടത്തിലൂടെയാണ് പൗലോസ്ലീഹ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവ് ലഭിച്ചാൽ യേശു ക്രിസ്തു ആരാണെന്നുള്ള വ്യക്തമായ ബോധ്യം ലഭിക്കുമെന്ന് പൗലോസ്ലീഹ പരിശുദ്ധാത്മാവോട് ചേർന്ന് പറയുകയാണ്. ഇന്നും ലോകത്ത് യേശു ക്രിസ്തുവിനെ ദൈവമാണെന്ന് ഏറ്റുപറയാൻ സാധിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൂടിയേ തീരൂ. പ്രൈസ് ദി ലോർഡ്. അടുത്ത വചനഭാഗം ഇപ്രകാരമാണ്. പരിശുദ്ധ തൃത്വത്തെക്കുറിച്ച് വ്യക്തമാക്കുന്ന ഒരു വചനഭാഗം ഇപ്രകാരമാണ്. 4ാമത്തെ വാക്യം. ദാനങ്ങളിൽ വൈവിധ്യമുണ്ടെങ്കിലും ആത്മാവ് ഒന്ന് തന്നെ, ശുശ്രൂഷകളിൽ വൈവിധ്യമുണ്ടെങ്കിലും കർത്താവ് ഒന്ന് തന്നെ, പ്രവൃത്തികളിൽ വൈവിധ്യമുണ്ടെങ്കിലും എല്ലാവർക്കും എല്ലാറ്റിലും പ്രചോദനം നൽകുന്ന ദൈവം ഒന്ന് തന്നെ. തൃത്വസ്തുതിയാണ് ഇവിടെ പറയുന്നത്. പരിശുദ്ധാത്മാവിന്, കർത്താവിന്, ദൈവത്തെ, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, പരിശുദ്ധാത്മാവ്, പുത്രൻ, പിതാവ് എന്ന ക്രമത്തിലാണ് പറയുന്നത്. അപ്പോൾ ഇപ്രകാരം ദാനങ്ങൾ, ശുശ്രൂഷകൾ, പ്രവൃത്തികൾ എന്നിവ വെച്ചുകൊണ്ട് 3 തവണ പരിശുദ്ധ തൃത്വത്തെയാണ് പൗലോസ്ലീഹ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇനി ഓരോരുത്തരിലും ആത്മാവ് വെളിപ്പെടുന്നത് പൊതുനന്മയ്ക്ക് വേണ്ടിയാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണമേ. ഒരു വ്യക്തിക്ക് വരദാനം ലഭിക്കുന്നത് ആ വ്യക്തിയുടെ വളർച്ചയ്ക്കല്ല, പൊതുനന്മയ്ക്ക് വേണ്ടിയാണ്. അപ്പോൾ ഒരു വ്യക്തിക്ക് ഒരു വരദാനം ലഭിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി അത് സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നില്ലെങ്കിൽ ആ വരദാനം അവിടെ മെല്ലെ മെല്ലെ ഇല്ലാതായിക്കൊണ്ടിരിക്കും. പരിശുദ്ധാത്മാവ് അതിനുവേണ്ടി, പൊതുനന്മയ്ക്ക് വേണ്ടിയാണ് പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ നൽകുന്നത്. ഈ വരങ്ങളെ 9 എണ്ണമായി തരംതിരിക്കുകയാണ്. അതിൽ 3 ഗണങ്ങളായി തരംതിരിക്കുക. ഒന്ന് നാവ് കൊണ്ടുള്ള വരമാണ്, ഭാഷാവരം, വ്യാഖ്യാനവരം, പ്രവചനവരം. രണ്ടാമത്തത് അറിവ് കൊണ്ടുള്ള വരമാണ്, ജ്ഞാനവചനവരം, വിവേകവചനവരം, ആത്മാക്കളെ വിവേചിക്കുന്ന വരം. അടുത്തത് കഴിവിൻ്റെ വരമാണ്, വിശ്വാസത്തിൻ്റെ വരം, രോഗശാന്തി വരം, അത്ഭുത പ്രവൃത്തികളുടെ വരം. ഈ വരദാനങ്ങൾ എന്ന് പറയുന്നത് കഴിവുകളാണ്, ആത്മാവിൻ്റെ കഴിവുകളാണ്. എല്ലാവർക്കും ദൈവാത്മാവ് ഈ കഴിവുകൾ നൽകിയിട്ടുണ്ട്. ആ കഴിവുകളെ വളർത്തിയെടുക്കേണ്ടത് ഓരോരുത്തരുടെയും, നമുക്ക് ലഭിച്ചിരിക്കുന്ന താലന്ത് അനുസരിച്ച് വളർത്തിയെടുക്കേണ്ട ഉത്തരവാദിത്തമുണ്ട്. എന്നാൽ കഴിവുകൾ എന്ന് പറയുന്നത് വിശുദ്ധിക്ക് അടിസ്ഥാനപ്പെട്ട ഒന്നല്ല. അതായത് ഒരു വ്യക്തിയിൽ രോഗശാന്തി വരം വളരെ അധികമുണ്ടെന്ന് കരുതി ആ വ്യക്തി വിശുദ്ധനാവണമെന്നൊരു നിർബന്ധവുമില്ല. കാരണം വരം നൽകിയിരിക്കുന്നത് പൊതുനന്മയ്ക്ക് വേണ്ടിയാണ്. ഒരു വ്യക്തി ഭാഷാവരത്തെ സ്തുതിക്കുന്നെന്ന് കരുതി ആ വ്യക്തി വിശുദ്ധനാവണമെന്നൊരു നിർബന്ധവുമില്ല. പ്രത്യേകിച്ച് കൊരിന്ത്യർ സഭയുടെ പ്രത്യേകത, വരദാനങ്ങൾ വളരെ അധികമുള്ള സഭയാണ്. എന്നാൽ സന്മാർഗിക ജീവിതം വളരെ താഴ്ന്ന നിലവാരത്തിലുള്ള ഒരു സഭയും കൂടിയാണ്. അതാണ് പൗലോസ്ലീഹ ഇത്രയും കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്.
അപ്പോൾ പൗലോസ് വളരെ വ്യക്തമായി ഇവിടെ പഠിപ്പിക്കുകയാണ്, വരദാനങ്ങൾ ലഭിക്കുന്നത് പൊതുനന്മയ്ക്ക് വേണ്ടിയാണ്, അതിനു വേണ്ടിയാണ് വളർത്തേണ്ടത്. അത് ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ അവയവങ്ങൾ പോലെയാണ്. ഇപ്രകാരം പറയുന്നത്, ക്രിസ്തു ഒരു ശരീരം പല അവയവങ്ങൾ, നമുക്ക് കണ്ണുണ്ട്, മൂക്കുണ്ട്, നാവുണ്ട്, കയ്യും കാലുകളുമുണ്ട്. അപ്പോൾ നമുക്ക് കരുതുകയാണ്, എൻ്റെ അരികിൽ എനിക്ക് രോഗശാന്തി വരമുണ്ട്, അത്ഭുത പ്രവൃത്തികൾ വരമുണ്ട്, അതുകൊണ്ട് എല്ലാവരും എൻ്റെ അരികിലേക്ക് വരണം എന്ന് പറഞ്ഞാൽ പൗലോസ് ചോദിക്കുകയാണ്, കണ്ണു മാത്രം മതിയോ ശരീരത്തിൽ? ചെവി മാത്രം മതിയോ ശരീരത്തിൽ? അല്ല. അപ്പം സഭയുടെ വളർച്ചയ്ക്ക് കാരണമാകുന്ന രീതിയിൽ ഈ കാരിസ്യങ്ങളുള്ള വ്യക്തികളെ ഒരുമിപ്പിച്ച് കൊണ്ടുവന്ന് സഭയെ വളർത്തുക എന്നതാണ് പരമപ്രധാനമായ കാര്യം. പ്രൈസ് ദി ലോർഡ്. അതിനു വേണ്ടിയാണ് പരിശുദ്ധാത്മാവ് ഈ വരം നൽകിയിരിക്കുന്നത്. അല്ലാതെ വ്യക്തികൾക്ക് വളരാനുള്ള വഴിയായിട്ടല്ല അത് നൽകിയിരിക്കുന്നത്. സഭയ്ക്ക് വളർച്ചയുണ്ടാകണം, അതൊരു ശരീരമായി മാറണം. നമ്മുടെ ഒരു കൂട്ടായ്മ കടന്നു വന്നാൽ ആ കൂട്ടായ്മയിൽ വിവിധ കാരിസ്യമുള്ള വ്യക്തികളുണ്ടെങ്കിൽ ആ വ്യക്തികളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു കൂട്ടായ്മയിൽ നിന്നുകൊണ്ട് സഭ വളരണം. എന്തുകൊണ്ടാണ് ഒരു വ്യക്തിക്ക് ദൈവം എല്ലാ വരം തരാത്തത്? പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത് കൂട്ടായ്മയാണ്. കൂട്ടായ്മയുടെ വരദാനത്തെയാണ് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ ഒരു കൂട്ടായ്മ ഉണ്ടാകുമ്പോൾ ഈ കൂട്ടായ്മയിൽ എല്ലാം ഉൾപ്പെടുത്തണം, എല്ലാവരും ഒന്നായിരിക്കണമെന്ന് പൗലോസ് പഠിപ്പിക്കുകയാണ്. അതിപ്രകാരമാണ്, നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരവും ഓരോരുത്തരും അതിലെ അവയവങ്ങളുമാണ്. ദൈവം സഭയിൽ ഒന്നാമത് അപ്പസ്തോലന്മാരെയും രണ്ടാമത് പ്രവാചകന്മാരെയും മൂന്നാമത് പ്രബോധകരെയും തുടർന്ന് അത്ഭുത പ്രവൃത്തികൾ, രോഗശാന്തി നൽകുന്നവർ, സഹായകർ, ഭരണകർത്താക്കൾ, വിവിധ ഭാഷകൾ സംസാരിക്കുന്നവർ എന്നിവരെയും നിയമിച്ചിരിക്കുന്നു. ആരാണ് അപ്പസ്തോലൻ? ഇന്നത്തെ മെത്രാന്മാരെയാണ് അപ്പസ്തോലന്മാരെന്ന് പറയുന്നത്. അപ്പസ്തോലന്മാരാണ് ഒന്നാമത് മെത്രാന്മാർ. അവരോട് ചേർന്ന് വേണം നമ്മുടെ ശുശ്രൂഷകൾ. നമ്മൾ ഇടവകകളിലാവുമ്പോൾ മെത്രാന്മാരോട് ചേർന്ന് അവരുടെ മെത്രാൻ്റെ പ്രതിനിധിയായിട്ടാണ് വൈദികർ കടന്നു വരുന്നത്. അപ്പോൾ ഒന്നാം സ്ഥാനത്ത് നമ്മൾ നിർത്തേണ്ടത് പുരോഹിതരെയാണ്, വൈദികരെ അല്ലെങ്കിൽ അപ്പസ്തോലന്മാരെ, മെത്രാന്മാരെ. അതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒന്നാമത് അപ്പസ്തോലന്മാർ, രണ്ടാമത് പ്രവാചകന്മാർ എന്ന് പറഞ്ഞാൽ സുവിശേഷം പ്രസംഗിക്കുന്നവരെയാണ് പ്രവാചകന്മാർ എന്ന് പറയുന്നത്. മൂന്നാമത് പ്രബോധകർ, അവർ പഠിപ്പിക്കുന്നവരായിരിക്കണം. മൂന്നാമത്തെ ഗണം മതാധ്യാപകർ എന്ന് വേണമെങ്കിൽ ഇന്ന് പറയാം, പഠിപ്പിക്കുന്ന ഗണം. തുടർന്ന് അത്ഭുത പ്രവർത്തകർ, കാരിസ്യമുള്ളവരെയാണ് ഉദ്ദേശിക്കുന്നത്, അവരെ ഒരു ഗണമായിട്ട് എടുത്തിരിക്കുന്നത്. തുടർന്ന് അത്ഭുത പ്രവർത്തകർ, രോഗശാന്തി നൽകുന്നവർ, സഹായകർ, ഭരണാധികാരികൾ, ഭരണകർത്താക്കൾ, വിവിധ ഭാഷകളിൽ സംസാരിക്കുന്നവർ എന്നിവരെയും നിയമിച്ചിരിക്കുന്നു. അപ്പോൾ തുടർന്ന് എല്ലാ കാരിസ്യവും ഒരുമിച്ചാണ്. ഒന്നാമത് നിൽക്കേണ്ടത് ആരാണ്? അപ്പസ്തോലന്മാർ, മെത്രാന്മാർ പ്രതിനിധികളായ വൈദികർ. ശ്രേഷ്ഠന്മാർ എന്നൊരു പദപ്രയോഗം കൂടിയുണ്ട് ബൈബിളിൽ, വൈദികരെ ഉദ്ദേശിച്ചുകൊണ്ട്. അന്നത്തെ കാലത്ത് ശ്രേഷ്ഠന്മാരെന്നാണ് അറിയപ്പെട്ടിരുന്നത്, ഇടയന്മാരെന്ന രീതിയിൽ. ഇടയന്മാർ എന്ന വാക്കാണ് ശരിയായ വാക്ക്. രണ്ടാമത് സുവിശേഷകർ, അതാണ് പ്രവാചകന്മാർ എന്ന രീതിയിൽ പറയും, കർത്താവിന് വേണ്ടി സംസാരിക്കുന്നത്, പ്രവചിക്കുന്നവർ. മൂന്നാമത്തെ ഗണമാണ് പ്രബോധകർ എന്ന് പറയുന്നത്, കാറ്റഗിസം അധ്യാപകർ എന്ന് ഞാൻ ഇന്നത്തെ ഭാഷയിൽ പറയും, പഠിപ്പിക്കുവാൻ കഴിവുള്ളവർ. നാലാമത്തെ ഗണമാണ് എല്ലാ മറ്റു കാരിസ്യങ്ങളുള്ളവരെല്ലാം ഒരുപോലെ. ഇപ്രകാരമാണ് നമ്മുടെ ഒരു സമൂഹത്തിൽ, നമ്മുടെ ഒരു കൂട്ടായ്മയിൽ നാം കാണേണ്ടത്. അപ്പോൾ ചോദിക്കണം, എല്ലാവരും അപ്പസ്തോലന്മാരാണോ? എല്ലാവരും പ്രബോധകരാണോ? എല്ലാവരും പ്രവാചകന്മാരാണോ? എല്ലാവർക്കും രോഗശാന്തിക്ക് വരമുണ്ടോ? എല്ലാവർക്കും വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ സാധിക്കുന്നുണ്ടോ? എല്ലാവരും വ്യാഖ്യാനിക്കുന്നുണ്ടോ? ഉത്കൃഷ്ടമായ ദാനങ്ങൾക്ക് വേണ്ടി തീക്ഷ്ണമായി അഭിലഷിക്കുവിൻ. ഇവിടെ മത്സരമില്ല, അതാദ്യം മനസ്സിലാക്കണം. പലപ്പോഴും കാണുന്ന ഒരു വിഷയമാണ് വരദാനങ്ങളുള്ളവർ പരസ്പരം മത്സരിക്കുക, ആരാണ് ഏറ്റവും കേമൻ, എൻ്റെ കാരിസ്യം ഇത്രയധികമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു മത്സരബുദ്ധിയോടെയാണ് സമീപിക്കുന്നതെങ്കിൽ പരിശുദ്ധാത്മാവ് അത് ആഗ്രഹിക്കുന്നില്ല. മത്സരമില്ല, എല്ലാവരും തുല്യരാണ്. ക്രിസ്തുവിൻ്റെ ഒരു ശരീരത്തിൽ പല അവയവങ്ങളുണ്ട്, അവയവങ്ങൾക്കെല്ലാം അതിൻ്റെതായ ധർമ്മങ്ങളുണ്ട്. അധർമ്മങ്ങളെല്ലാം പാലിക്കുവാൻ ക്രിസ്തുവിൽ ചെയ്യേണ്ട ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ ഇത് ക്രിസ്തുവിനെ വളർത്താനും സഭയെ വളർത്താനുള്ള ശുശ്രൂഷയാണ്, പരസ്പരം മത്സരിക്കുവാനോ സ്വയം വളരാനുള്ള ശുശ്രൂഷയല്ല. ഇതാണ് പൗലോസ് വളരെ വ്യക്തമായി 12-ാം അധ്യായത്തിൽ പഠിപ്പിക്കുന്നത്. തുടർന്ന് അദ്ദേഹം
ആ ഒരു ഐക്യത്തിൻ്റെ കൂട്ടായ്മയെക്കുറിച്ച് പറയുന്നതിന് വേണ്ടി സ്നേഹമെന്ന ആ വലിയ ദൈവിക പുണ്യത്തിലേക്ക് പ്രവേശിക്കുക. വിശ്വാസം, പ്രത്യാശ, സ്നേഹമാണ് സർവോത്കൃഷ്ടം. ഈ മൂന്നാമത്തെ ഈ സ്നേഹമെന്ന പുണ്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആഴത്തിൽ വായിച്ച് ധ്യാനിക്കാവുന്ന കാര്യമാണ്. നമ്മൾ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നുണ്ടോ? ജീവിത പങ്കാളിയെ സ്നേഹിക്കുന്നുണ്ടോ? മക്കളെ സ്നേഹിക്കുന്നുണ്ടോ? മാതാപിതാക്കളെ സ്നേഹിക്കുന്നുണ്ടോ? സഹോദരങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ? ക്രിസ്തുവിൻ്റെ സ്നേഹം അയൽക്കാരിലേക്ക് ഒഴുകുന്നുണ്ടോ? ഇത് പൗലോസ് ചോദ്യം ചെയ്യുക. അപ്പോൾ ഞാൻ സ്നേഹിക്കുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അത് സ്വാർത്ഥം ആഗ്രഹിക്കുന്നില്ല, അത് ത്യാഗം ആവശ്യപ്പെടുന്നു. പൗലോസ് വളരെ വ്യക്തമായി സ്നേഹത്തിൻ്റെ സ്വഭാവ സവിശേഷതകളെ കുറിച്ച് പറയുക. സ്നേഹം ദീർഘക്ഷമയും ദയവുമുള്ളതാണ്. സ്നേഹം അസൂയപ്പെടുന്നില്ല, ആത്മപ്രശംസ ചെയ്യുന്നില്ല, അഹങ്കരിക്കുന്നില്ല. സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, കോപിക്കുന്നില്ല, വിദ്വേഷം പുലർത്തുന്നില്ല, അനീതിയിൽ സന്തോഷിക്കുന്നില്ല, സത്യത്തിൽ ആഹ്ലാദം കൊള്ളുന്നു. സ്നേഹം സകലതും സഹിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു, സകലതും പ്രത്യാശിക്കുന്നു, സകലത്തെയും അതിജീവിക്കുന്നു. സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല. പ്രവചനങ്ങൾ കടന്നു പോകും, ഭാഷകൾ ഇല്ലാതാകും. നാം മരണമടഞ്ഞ് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അവിടെ ആകെയുള്ള പുണ്യം സ്നേഹമാണ്. ദൈവ സ്നേഹത്തിലായിരിക്കലാണ്. എല്ലാം കടന്നു പോകും. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമ്മൾ വിശ്വസിക്കേണ്ട ആവശ്യമില്ല, കാരണം കർത്താവിനെ നേരിട്ട് കാണുകയാണ്. പ്രത്യാശിക്കേണ്ട ആവശ്യമില്ല, കാരണം അവിടെ എല്ലാം നമുക്ക് ലഭ്യമാണ്. ദൈവിക ആനന്ദത്തിലാണ്. അവിടെ ആകെയുള്ളത് സ്നേഹമാണ്. അപ്പോൾ സ്നേഹമാണ് സർവോത്കൃഷ്ടം. അപ്പോൾ ഞാൻ എൻ്റെ ജീവിത പങ്കാളിയെ, സഹോദരങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ അവരോടുള്ള എൻ്റെ ബന്ധത്തിൽ ഈ പറയുന്ന വിഷയങ്ങളുണ്ടോ എന്നാണ് ചോദ്യം. പൗലോസ് സഭയോട് ചോദിക്കുകയാണ്, കൊരിന്തോസിലെ സഭയോട്, നിങ്ങൾ തമ്മിൽ ഇതുണ്ടോ? ഈ സ്നേഹമുണ്ടോ? വരദാനങ്ങളൊക്കെ ഉണ്ടെന്നേ, സ്നേഹമുണ്ടോ എന്ന ചോദ്യം കുറുക്കിക്കൊള്ളുന്നൊരു ചോദ്യം, ഇന്നും പ്രസക്തമായ ചോദ്യം. എന്താണ് സ്നേഹം എന്നതിന് ഡെഫിനിഷൻ നൽകിക്കൊണ്ട് പൗലോസ് ലീഗ മനോഹരമായി 13-ാമത്തെ അധ്യായത്തിൽ എഴുതി വച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിൻ്റെ കൈരസ്യങ്ങളെക്കുറിച്ചും കൈരസ്യത്തിൽ വളരേണ്ടതിനെക്കുറിച്ചും ആ കൈരസ്യങ്ങളെ സഭയുടെ വളർച്ചയ്ക്ക് ഉപയോഗിക്കേണ്ടതിന് ആവശ്യകതയെക്കുറിച്ചും അതുപോലെ തന്നെ സ്നേഹത്തിൽ വളരേണ്ടതിനെക്കുറിച്ചുമാണ് 15-ാമത്തെ എപ്പിസോഡിൽ ഈ നോമ്പ് കാലത്ത് ധ്യാനിക്കുവാൻ ദൈവം നമുക്ക് അവസരം നൽകിയിരിക്കുന്നത്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.